നമ്മൾ ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു പോയത് അല്ലെ. എന്തായിരുന്നു ഭരണഘടന അല്ല ഭരണഘടനയുടെ ഒരു ആമുഖമല്ല നമ്മൾ പറഞ്ഞു, എന്തൊക്കെ ഇൻട്രൊഡക്ഷൻ ഫാക്ട്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയാണ് ഭരണഘടന വന്നത് എന്നതിനെ പറ്റിയിട്ടും പറഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു പ്രധാന ടോപ്പിക് പഠിക്കാനുള്ളത് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ്. സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ആ ഒരു ടോപ്പിക്കാണ് നമുക്കിന്ന് പറയാനുള്ളത്. അപ്പം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മറ്റ് ഭരണഘടനകൾ, ലോകത്ത് തന്നെയുള്ള മറ്റ് രാജ്യങ്ങളുടെ ഭരണഘടനകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലേ, ഭരണഘടന തന്നെ BR അംബേദ്കർ ഒക്കെ ഡ്രാഫ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വന്നു പോയിട്ട് അതിന്റെ ഭാഗമായി തന്നെ മറ്റ് ഭരണഘടനകളിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലെ പല സംഭവങ്ങളും നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് നമ്മുടെ ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചെടുത്തിട്ടുള്ളത് പറഞ്ഞു. നമ്മൾ അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാർലമെന്ററി സിസ്റ്റം എടുത്തത്, അല്ലെ പാർലമെന്ററി സിസ്റ്റം നമുക്ക് ലഭിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്, ഫെഡറൽ സംവിധാനം അമേരിക്കയിൽ നിന്നാണ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് USSRൽ നിന്നാണ്. അങ്ങനത്തെ ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ, ഇന്ത്യൻ ഭരണഘടനയിൽ ഒരുപാട് ഇന്ത്യയുടേതായിട്ടുള്ള ഒരു പ്രത്യേക ഫീച്ചേഴ്സുകളെല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് അതിനെ ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ലോങ്സ്റ്റ് ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ലോങ്സ്റ്റ് ആണ്, ലെങ്തിയസ്റ്റ് ആണ്, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ ഈ ലോകത്ത് തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന, ലിഖിത ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. അപ്പൊ അതിലെന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? 395 ആർട്ടിക്കിൾ ഉണ്ട്, 8 ഷെഡ്യൂളുകൾ ഉണ്ടായിരുന്നു. ആദ്യം ഭരണഘടന നിർമ്മിച്ച സമയത്ത് 1950 ജനുവരി 26-ന് ഭരണഘടന വരുന്ന സമയത്ത് 395 ആർട്ടിക്കിളും 8 ഷെഡ്യൂളും 22 പാർട്ടുമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അതിൽ മാറ്റം വന്നു, ഒരുപാട് അമെന്റ്മെന്റ്സ് ഒക്കെ വന്നിട്ട് ഇപ്പൊ 12 ഷെഡ്യൂളോളം ഉണ്ട്. അപ്പോൾ എന്നിരുന്നാലും അന്ന് തന്നെ ഏറ്റവും വലിയ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. പിന്നെ ഈ ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് സംഭവങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ബോറോ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഭരണഘടനയിൽ നമ്മൾ എഴുതി വെക്കപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ട്? സെൻട്രൽ സ്റ്റേറ്റ് തമ്മിലുള്ള ബന്ധം, അതായത് കേന്ദ്രവും ഓരോ സംസ്ഥാനങ്ങളും തമ്മിൽ ഉണ്ടായിരിക്കേണ്ട ബന്ധം, നമ്മുടെ ജുഡീഷ്യറി എങ്ങനെയായിരിക്കണം, നമ്മുടെ പാർലമെന്റ് എങ്ങനെയായിരിക്കണം, ഒരു പൗരന് ലഭിക്കേണ്ട ഫണ്ടമെന്റൽ ആയിട്ടുള്ള റൈറ്റ്സ് എന്തായിരിക്കണം, ഡ്യൂട്ടീസ് എന്തായിരിക്കണം, ഒരു രാജ്യം എങ്ങനെ പ്രവർത്തിക്കണം, ഇവിടുത്തെ മൈനോറിറ്റീസിന് എന്തൊക്കെ ആനുകൂല്യങ്ങൾ നൽകണം, SC ST റിസർവേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാതും ഈ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഫീച്ചർ ആയിരുന്നു ലോങ്സ്റ്റ് ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. ഇനി രണ്ടാമത്തെ പോയിന്റ്, രണ്ടാമത്തെ ഒരു എന്താണ്? ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ഇൻ സ്പിരിറ്റ്. എന്താണ് ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ഇൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞാല്, ഒരേ സമയം ഇന്ത്യൻ ഭരണഘടന കേന്ദ്രീകൃതവുമാണ്, അതേസമയം സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകുന്നതുമാണ്. അപ്പൊ നമ്മൾ എന്താ, ഒരു കേന്ദ്രത്തിന്റെ കീഴിലാണ് വരുന്നത് അല്ലെ, ഒരു യൂണിയൻ ഉണ്ട്, ഒരു കേന്ദ്ര അധികാരമുണ്ട്, അതിന്റെ കീഴില് ഒരു സംസ്ഥാന അധികാരമുണ്ട്. അതിനെയാണ് പറയുന്നത് യൂണിറ്ററി ആസ് വെൽ ആസ് ഫെഡറൽ, അങ്ങനെ ഒരു സിസ്റ്റമാണുള്ളത്. അപ്പൊ ഒരു ഫെഡറൽ സംവിധാനമുണ്ട്, യൂണിറ്ററി സംവിധാനമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. ഫെഡറലിസം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? സംസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ ഓരോ സംസ്ഥാനങ്ങൾക്കും നൽകുന്ന പ്രത്യേകതകളെയാണ്, അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന അധികാരത്തെയാണ് നമ്മൾ ഫെഡറലിസം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്ത്യയുടെ ഒരു യൂണിയന്റെ കീഴിൽ വരുന്ന സംസ്ഥാനങ്ങൾക്ക് അതിൻ്റെതായ അവകാശങ്ങൾ നൽകുകയാണ്. ഓരോ സംസ്ഥാനത്തിനും സംസ്ഥാനത്തിൻ്റെതായ അവകാശങ്ങൾ നൽകുന്നതിനെയാണ് നമ്മൾ ഫെഡറലിസം എന്ന് പറയുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ടും സംസ്ഥാനങ്ങൾക്ക് അവകാശം നൽകുന്നുണ്ടോ? ഇല്ല. കേന്ദ്രത്തിന്റെ കീഴിൽ അവകാശങ്ങൾ നൽകുന്നു. അതിനെയാണ് നമ്മൾ പറയുന്നത് ഫെഡറൽ സംവിധാനം വിത്ത് യൂണിറ്ററി ഇൻ സ്പിരിറ്റ്. സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക അവകാശങ്ങൾ നൽകുമ്പോൾ തന്നെ അതെന്താണ്? യൂണിയൻ അത്രയും സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഭരണഘടന തുടങ്ങുമ്പോൾ ഒന്നാമത്തെ ആർട്ടിക്കിൾ തന്നെ എന്താ നോക്കാം. ഒന്നാമത്തെ ആർട്ടിക്കിൾ പറയുന്നത് ഇന്ത്യ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറയുന്നത്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആണ് എന്നാണ് ആർട്ടിക്കിൾ 1 പറയുന്നത്. അത് തന്നെയാണ് ഫെഡറൽ സിസ്റ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. എന്താണ്? ഇന്ത്യ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇനി അപ്പൊ നമ്മൾ പറഞ്ഞു ഫെഡറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ യൂണിയൻ സെൻട്രൽ ഉണ്ടായിരിക്കും, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ എങ്ങനെയാവണമെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഒരു കേന്ദ്രം എങ്ങനെയാണ് സംസ്ഥാനങ്ങളോട്
ഇടപെടേണ്ടത്, സംസ്ഥാനങ്ങൾക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ട്, കേന്ദ്രം എന്തൊക്കെ കാര്യങ്ങളിൽ ഇടപെടണം, കേന്ദ്രത്തിന് സംസ്ഥാനത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ പറ്റില്ല, എന്നാൽ സംസ്ഥാനങ്ങളെ പൂർണ്ണമായിട്ട് ഫ്രീ ആയിട്ട് വിടൂല. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് നമ്മളുടെ ഈ ഒരു ഭരണഘടന പ്രകാരം പറഞ്ഞു പോകുന്നത്. പിന്നെ നമ്മുടെ ഭരണഘടനയിൽ നമ്മൾ പറഞ്ഞു ഫെഡറലിസം എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു തത്വമാണെന്ന് പറഞ്ഞു ഭരണഘടനയുടെ. പക്ഷേ ഭരണഘടനയിൽ ഫെഡറേഷൻ എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നില്ല. ഇന്ത്യൻ ഭരണഘടനയിൽ ഫെഡറേഷൻ എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നില്ല. പക്ഷെ അതിൽ പറയുന്നതിന്റെ ഭരണഘടനയിൽ പറയുന്നതിന്റെ മീനിങ് ഫെഡറേഷൻ എന്നാണെങ്കിലും ഫെഡറൽ സ്റ്റേറ്റ്സ് എന്നാണെങ്കിലും ആ ഒരു വേർഡ് ഭരണഘടനയിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇനി അധികാരം സെൻട്രലും സ്റ്റേറ്റിനും ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ബിറ്റ്വീൻ സെന്റർ ആൻഡ് സ്റ്റേറ്റ്. സെൻട്രൽ സ്റ്റേറ്റും അധികാരങ്ങൾ വിഭജിച്ചെടുത്ത് ഭരിക്കുന്ന ഒരു രീതിയാണ് നമുക്ക് ഉള്ളത്. പിന്നെ ജുഡീഷ്യറി, ഇനിയിപ്പോ എന്തെങ്കിലും ഒരു സെൻട്രൽ സ്റ്റേറ്റും തമ്മിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകൾ, എന്തെങ്കിലും കോൺഫ്ലിക്റ്റുകൾ, എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഇടപെടാനാണ് ജുഡീഷ്യറി, നീതിന്യായ വ്യവസ്ഥ. ഇന്ത്യയുടെ ജുഡീഷ്യൽ സംവിധാനം അവിടെയാണ് ഇടപെടുന്നത്. അതാണ് ജുഡീഷ്യറിക്ക് ഫെഡറൽ സംവിധാനം നൽകുന്ന പ്രാധാന്യം എന്ന് പറയുന്നത്. സെൻട്രലും സ്റ്റേറ്റും തമ്മിൽ ഇപ്പോൾ സെൻട്രൽ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുകയാണ്. സ്റ്റേറ്റിന്റെ ഒരു അഫയേഴ്സ് ഉണ്ടായിരിക്കും, സ്റ്റേറ്റിൻ്റെതായിട്ടുള്ള സംസ്ഥാനങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അനാവശ്യമായിട്ട് ഈ കേന്ദ്രം ഇടപെടുകയും അല്ലെങ്കിൽ കേന്ദ്രം ഒരുപാട് ആനുകൂല്യങ്ങൾ തരാതിരിക്കുക, നമ്മളിപ്പോ നേരിടുന്ന ഒരു വലിയ പ്രശ്നങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട് അല്ലെ. കേന്ദ്ര ആനുകൂല്യം തരാതെ വരുമ്പോ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അവിടെ ഇടപെടാനാണുള്ളത് ജുഡീഷ്യറി ഉള്ളത്. അപ്പൊ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധം അത് ഏതെങ്കിലും രീതിയിൽ മോശമാകുമ്പോൾ അല്ലെങ്കിൽ ഇടപെടാൻ വേണ്ടിയിട്ട് ജുഡീഷ്യറി ഉണ്ടായിരിക്കും. അപ്പൊ അതാണ് ഫെഡറൽ സംവിധാനത്തിൽ വരുന്നത്. നമ്മുടെ ഫെഡറൽ സംവിധാനത്തിന് അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ഇൻ സ്പിരിറ്റ് ആണ്. ഒരു യൂണിയൻ അവിടെ ഉണ്ട്, ആ യൂണിയന്റെ കീഴിൽ സംസ്ഥാനങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ട് ഭരിക്കുന്ന ഒരു സംവിധാനമാണുള്ളത്. ഇതിനെ കെ.സി. വെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കോളർ, കെ.സി. വെയർ ഇതിനെ പറയുന്നത് ക്വാസി ഫെഡറൽ എന്നാണ്. ക്വാസി ഫെഡറൽ എന്നാണ് പറഞ്ഞത്. അതായത് പകുതി ഫെഡറൽ ആണ്, പകുതി യൂണിറ്ററി ആണ്. ആ ഒരു അർത്ഥത്തിൽ പറയുന്നതാണ് ക്വാസി ഫെഡറൽ സംവിധാനമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നത്. ഇനി അംബേദ്കർ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ശില്പിയായ ഡോക്ടർ ബി.ആർ. അംബേദ്കർ, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് ടൈം ആൻഡ് സർക്കംസ്റ്റാൻസസ് ആണ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ തീരുമാനിക്കുന്നത്. ഇപ്പൊ ഒരു വിഷയത്തില് സംസ്ഥാനങ്ങളാണോ ഇടപെടേണ്ടത് അതോ സെൻട്രൽ ആണോ ഇടപെടുന്നത്, സ്റ്റേറ്റിനാണോ അവിടെ അവകാശം, സെൻട്രലിനാണോ അവിടെ ഇടപെടാനുള്ള അവകാശം, അത് തീരുമാനിക്കുന്നത് സമയവും സാഹചര്യവുമാണ് എന്നാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഒരു പ്രത്യേക വിഷയം, ആ വിഷയത്തിൽ സെൻട്രലിന് മാത്രമേ ഇടപെടാൻ അധികാരമുള്ളൂ. അപ്പൊ സെൻട്രൽ അവിടെ ഇടപെട്ടിരിക്കണം. ഇപ്പൊ രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ തർക്കം വന്നു, നമ്മൾ അയൽവാസികളായിട്ടുള്ള രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ തർക്കം വന്നു കഴിഞ്ഞാൽ ആ തർക്കം അതിന്റെ രൂക്ഷതയിൽ എത്തുകയാണെങ്കിൽ അവിടെ സെൻട്രൽ വന്ന് ഇടപെടണം. അതാണ് ടൈം ആൻഡ് സർക്കംസ്റ്റാൻസസ്. എവിടെ എപ്പോ ഇടപെടണം എന്നുള്ളത് സെൻട്രൽ ആണ് നിശ്ചയിക്കുന്നത്. അതേസമയം സ്റ്റേറ്റിനായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന, സ്റ്റേറ്റിന്റെ ഉള്ളിൽ തന്നെ നടക്കുന്ന ഒരു ഇന്റേണൽ ആയിട്ടുള്ള ഡിസ്പ്യൂട്ട്സ് ആണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റേറ്റിന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു പ്രശ്നമാണെങ്കിൽ അത് സ്റ്റേറ്റിന് തന്നെ കൈകാര്യം ചെയ്യാവുന്നതാണ്. അപ്പൊ അത്തരത്തില് സെൻട്രൽ സ്റ്റേറ്റ് എവിടെയൊക്കെ സെൻട്രൽ ഇടപെടണം, എവിടെയൊക്കെ സ്റ്റേറ്റ് ഇടപെടണം, ഇത് തീരുമാനിക്കേണ്ടത് അവരുടെ സമയവും സാഹചര്യവുമാണെന്നാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ പറയുന്നത്. നമുക്കതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഡോക്ടർ ബി.ആർ. അംബേദ്കറിന്റെ വേർഡ്സ് ആണ്: ദ പൊളിറ്റിക്കൽ സിസ്റ്റം അഡോപ്റ്റഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ കുഡ് ബി ബോത്ത് യൂണിറ്ററി ആസ് വെൽ ആസ് ഫെഡറൽ അക്കോർഡിംഗ് ടു ദ റിക്വയർമെന്റ് ഓഫ് ടൈം ആൻഡ് സർക്കംസ്റ്റാൻസസ്. അതാണ് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യം എന്ന് പറഞ്ഞത്. പിന്നെ അംബേദ്കർ പറയുന്നത് ഇന്ത്യൻ ഭരണഘടന പ്രകാരം, ഫെഡറൽ സംവിധാനം പ്രകാരം ഒരുപാട് സംസ്ഥാനങ്ങൾ കൂടിച്ചേരുക എന്നതിനേക്കാൾ ഉപരി ഓരോ സ്റ്റേറ്റും ഇന്ത്യയുടെ ഭാഗമാണ്. കൂടിച്ചേരിനേക്കാൾ ഉപരി വിട്ടുമാറാൻ പറ്റാത്ത ഒന്നാണ് ഇന്ത്യയിൽ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. അതാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ അടുത്തതായിട്ട് പറഞ്ഞത്. അപ്പൊ ഇതാണ് ഫെഡറൽ സംവിധാനം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ ഫെഡറൽ സംവിധാനം എന്ന് പറഞ്ഞ എന്താണ്? അമേരിക്കയിലെ പോലെ കംപ്ലീറ്റ് ആയിട്ട് സംസ്ഥാനങ്ങൾക്ക് പൂർണ്ണ അധികാരം നൽകുന്നതല്ല. എന്നാൽ ബ്രിട്ടനിലെ പോലെ ഒട്ടും ഒരു അധികാരം നൽകാതെ വളരെ റിജിഡ് ആയിട്ട് നിൽക്കുന്നതല്ല. മനസ്സിലായോ? ബോത്ത് ഫെഡറൽ ആൻഡ് യൂണിറ്ററി ആണ്. രണ്ടിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം നൽകുന്നുണ്ട്. അതാണ് ഇന്ത്യയിലെ ഫെഡറൽ സംവിധാനത്തിന്റെ പ്രത്യേകത. ഇനി അടുത്ത പോയിന്റ്, നമ്മുടെ ഫീച്ചേഴ്സിലെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫീച്ചേഴ്സിലെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് റിജിഡ് ആസ് വെൽ ആസ് ഫ്ലെക്സിബിൾ. റിജിഡ് ആസ് വെൽ ആസ് ഫ്ലെക്സിബിൾ. റിജിഡ് എന്ന് പറഞ്ഞാൽ ദൃഢതയോട് കൂടിയിട്ടുള്ള, ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ അയവോട് കൂടിയിട്ടുള്ള. ഇന്ത്യൻ ഭരണഘടന ഒരേ സമയം ദൃഢതയോടും അതേസമയം അയവോടും കൂടിയിട്ട് നിർമ്മിക്കപ്പെട്ടതാണ്. റിജിഡ്, കംപ്ലീറ്റ് റിജിഡ് ആയിട്ടുള്ള ഒരു ഭരണഘടനയുടെ എക്സാമ്പിൾ ആണ് ബ്രിട്ടീഷ് ഭരണഘടന, അമേരിക്കൻ ഭരണഘടന. കംപ്ലീറ്റ് ആയിട്ട് റിജിഡ് ആയിട്ട്
നിൽക്കുന്നത് അമേരിക്കൻ ഭരണഘടനയും കംപ്ലീറ്റ് ഫ്ലെക്സിബിൾ ആയിട്ട് നിലനിൽക്കുന്ന ഒരു ഭരണഘടനയുടെ ഉദാഹരണമാണ് ബ്രിട്ടീഷ് ഭരണഘടനയും. എന്താണ് റിജിഡും ഫ്ലെക്സിബിളും തമ്മിലുള്ള കോൺസ്റ്റിറ്റ്യൂഷന്റെ ആസ്പെക്റ്റിലെ വ്യത്യാസം നമുക്ക് നോക്കാം. ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു വളരെ ദൃഢതയോടുള്ള ഭരണഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭേദഗതി നടത്താൻ എന്തെങ്കിലും ഒരു ഭേദഗതി അമെന്റ്മെന്റിന് അഥവാ ഭേദഗതിക്ക് സാധ്യമാവാത്ത അല്ലെങ്കിൽ ഭേദഗതി അത്ര എളുപ്പം നടക്കാത്ത ഭരണഘടനയാണ് നമ്മൾ റിജിഡ് ഭരണഘടന എന്ന് പറയുന്നത്. മനസ്സിലായോ? അതേസമയം ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര എളുപ്പത്തിൽ വേണമെങ്കിലും ഏറ്റവും ഈസി ആയിട്ട് അമെന്റ്മെന്റ് ഭേദഗതി നടത്താൻ പറ്റുന്ന ഒരു ഭരണഘടനയാണെങ്കിൽ അതിനെ നമ്മൾ ഫ്ലെക്സിബിൾ ഭരണഘടന എന്ന് പറയും. ബ്രിട്ടീഷ് ഭരണഘടന അത്തരത്തിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഭരണഘടനയ്ക്ക് ഒരു എക്സാമ്പിൾ ആണ്. ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എപ്പോൾ വേണമെങ്കിലും അമെന്റ് ചെയ്യാനോ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കാനും കൂട്ടിച്ചേർക്കാനും വേണ്ടാന്ന് വെക്കാനും ഒക്കെ വളരെ എളുപ്പത്തിൽ പറ്റുന്ന ഒന്നാണ് ബ്രിട്ടീഷ് ഭരണഘടന. അതേസമയം അമേരിക്കൻ ഭരണഘടന അത്ര ഫ്ലെക്സിബിൾ അല്ല, റിജിഡ് ആണ്. അത് അത്ര പെട്ടെന്നൊന്നും അമെന്റ് ചെയ്തിട്ട് കൂട്ടിച്ചേർക്കലുകളൊന്നും നടക്കില്ല. അപ്പൊ ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞാൽ ഈ അമേരിക്കൻ ബ്രിട്ടീഷ് രണ്ട് ഭരണഘടനകളുടെയും സവിശേഷതകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് റിജിഡ് ആസ് വെൽ ആസ് ഫ്ലെക്സിബിൾ, ഒരേ സമയം അയവുള്ളതും അതേസമയം ദൃഢതയോടും കൂടിയിട്ട് നിർമ്മിച്ചതാണ്. ഇനി അതിന്റെ കാര്യത്തിൽ നെഹ്റുവിന്റെ അഭിപ്രായം ജവഹർലാൽ നെഹ്റുവിന്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഭേദഗതി ചെയ്യണമെങ്കിൽ ഭേദഗതി ചെയ്യാൻ സാധിക്കുമെന്ന് നെഹ്റു തന്നെ അദ്ദേഹത്തിന്റെ പല സ്റ്റേറ്റ്മെന്റിലും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഈ അമെന്റ്മെന്റ് സാധ്യമാക്കുന്ന ആർട്ടിക്കിളാണ് അല്ലെങ്കിൽ ഭേദഗതി സാധ്യമാക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 368. ആർട്ടിക്കിൾ 368 പ്രകാരമാണ് ഇന്ത്യയിലെ ഭരണഘടനാ ഭേദഗതികൾ നടക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഭേദഗതി എന്നൊരു ആസ്പെക്ട് അല്ലെങ്കിൽ ഭേദഗതി ഫ്ലെക്സിബിൾ റിജിഡ് അത് തീരുമാനിക്കുന്നത് ഭേദഗതി ചെയ്യാൻ സാധിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെ ഇന്ത്യൻ ഭരണഘടന. അപ്പോ ഈ ഒരു ഭേദഗതി ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അമെന്റ്മെന്റിന് 3 തരത്തിലുള്ള മെത്തേഡുകൾ ഉപയോഗിക്കും. ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഒരു ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാൻ 3 തരത്തിലുള്ള മെത്തേഡ് ഉണ്ട്. ഒന്നാമത്തെ മെത്തേഡാണ് സിമ്പിൾ മെജോറിറ്റി മെത്തേഡ്, രണ്ടാമത്തെ മെത്തേഡ് മെജോറിറ്റി മെത്തേഡ്, മൂന്നാമത്തെ മെത്തേഡാണ് അമെന്റ്മെന്റ് വിത്ത് ദി കൺസെന്റ് ഓഫ് ദി സ്റ്റേറ്റ്. ആണ് 3 മെത്തേഡുകളാണ് നമുക്ക് ഭരണഘടന ഭേദഗതിക്കായിട്ട് ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് നടക്കുക? നമുക്ക് ഏറ്റവും ആദ്യം ഒരു ഭേദഗതി എങ്ങനെ ഒരു സിമ്പിൾ പ്രോസസ്സ് നമുക്ക് പറയാം. നമ്മളിപ്പോ സാധാരണഗതിയിൽ ഒരു ഭേദഗതി നടത്തണമെങ്കിൽ നമ്മൾ ഒരു സഭയിൽ നമുക്ക് 2 സഭകളുണ്ട് അല്ലെ, ലോകസഭയുണ്ട് രാജ്യസഭയുണ്ട്. നമ്മൾ ലോകസഭയിൽ ഒരു ബില്ല് അവതരിപ്പിക്കുന്നു. ആ ബില്ലിന് ലോകസഭ അംഗീകാരം നൽകുന്നു. അങ്ങനെ അംഗീകാരം കിട്ടിയ ബില്ല് നമ്മൾ എന്ത് ചെയ്യുന്നു? രാജ്യസഭയുടെ പരിഗണനയ്ക്കായിട്ട് അയക്കുന്നു. രാജ്യസഭ അതിന് അംഗീകാരം നൽകുന്നു. അങ്ങനെ രാജ്യസഭ അംഗീകാരം നൽകി കഴിഞ്ഞാൽ അടുത്തത് അത് ഫൈനലായിട്ട് പ്രസിഡന്റിന്റെ അടുത്തേക്ക് അയക്കുകയാണ്. ആ ബില്ല് പ്രസിഡന്റ് അടുത്തേക്ക് അയക്കും. പ്രസിഡന്റ് ആണ് അതിൽ ഫൈനലായിട്ട് ഒപ്പുവെക്കേണ്ട വ്യക്തി. അങ്ങനെ പ്രസിഡന്റ് ഒപ്പുവെച്ചാൽ ആ ബില്ല് എന്തായി? ആക്ട് ആയിട്ട് മാറി. ആ ബില്ല് അതുവരെ ബില്ലായിരുന്നെങ്കിൽ പ്രസിഡന്റ് ഒപ്പുവെക്കുന്നതോട് കൂടിയിട്ടാണ് ബില്ല് നിയമമാകുന്നത്, ആക്ട് ആയി മാറുന്നത്. അങ്ങനെയാണ് അതിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 2 സഭകളിൽ നിന്നും അംഗീകാരം ലഭിക്കണം. ഏറ്റവും ഫൈനൽ ആയിട്ട് ആര് അംഗീകരിക്കണം? പ്രസിഡന്റ് അംഗീകരിച്ച് ഒപ്പുവെച്ചാൽ മാത്രമാണ് ബില്ല് നിയമമാവുകയുള്ളൂ. അങ്ങനെയാണ് ഒരു അമെന്റ്മെന്റ് ആയിക്കോട്ടെ ഏതൊരു ബില്ലും നിയമമാകുന്നത് അങ്ങനെയാണ്. ഇനി അതിൽ തന്നെ നമുക്ക് 3 മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ. ആദ്യത്തെ മെത്തേഡാണ് സിമ്പിൾ മെജോറിറ്റി മെത്തേഡ്. സിമ്പിൾ മെജോറിറ്റി മെത്തേഡാണ് ശരിക്കും ഇന്ത്യൻ ഭരണഘടന വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഭരണഘടനയാണ്. അമെന്റ്മെന്റ് പെട്ടെന്ന് സാധ്യമാക്കുന്ന ഒരു ഭരണഘടനയായിട്ട് നിലനിൽക്കുന്നു എന്ന് പറഞ്ഞ് സിമ്പിൾ മെജോറിറ്റി മെത്തേഡ് കാരണമാണ്. എന്താണ് സിമ്പിൾ മെജോറിറ്റി മെത്തേഡ്? സിമ്പിൾ മെജോറിറ്റി മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഭയിൽ ഹാജരായവരെ എണ്ണം. ഇപ്പൊ ലോകസഭയിലാണെങ്കിൽ ലോകസഭയിൽ എത്ര അംഗങ്ങൾ ഹാജരായിട്ടുണ്ടോ അവരുടെ ഭൂരിപക്ഷം പാസ്സാക്കിയാൽ മതി. അപ്പോ സഭയിൽ അന്നേ ദിവസം ഹാജരായിട്ടുള്ളവരുടെ എണ്ണത്തിന്റെ ഭൂരിപക്ഷം ആ ബില്ലിനെ അനുകൂലിക്കുകയാണെങ്കിൽ ആ സഭ അത് പാസ്സാക്കി എന്നാണ് അർത്ഥം. മനസ്സിലായോ? അപ്പൊ സഭയിൽ ഹാജരായവരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന എന്താ പറയാ ഒരു അംഗീകരിക്കുന്ന രീതിയെയാണ് സിമ്പിൾ മെജോറിറ്റി മെത്തേഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ പ്രസിഡന്റിന്റെ അടുത്തേക്ക് വിടുന്നു. പ്രസിഡന്റ് അത് ഒപ്പുവെച്ചിട്ട് നിയമമാക്കുന്നു. അപ്പൊ ഈ ഒരു മെത്തേഡിനെയാണ് സിമ്പിൾ മെജോറിറ്റി മെത്തേഡ് എന്ന് പറയുന്നത്. എന്താണ് സിമ്പിൾ മെജോറിറ്റി മെത്തേഡ്? നിലവിൽ സഭയിൽ ഹാജരായവരുടെ അംഗങ്ങളുടെ ഭൂരിപക്ഷത്തോടു കൂടി പാസ്സാക്കുന്ന നിയമത്തിനെയാണ് സിമ്പിൾ മെജോറിറ്റി മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു സിസ്റ്റത്തിനാണ് സിമ്പിൾ മെജോറിറ്റി മെത്തേഡ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയാൻ ഒരു കാരണം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു അമെന്റ്മെന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബില്ല് പാസ്സാക്കി എടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. ഇനി ഇത് ഏതൊക്കെ സമയത്താണ് ഉപയോഗിക്കുക സിമ്പിൾ മെജോറിറ്റി മെത്തേഡ്? സിമ്പിൾ മെജോറിറ്റി മെത്തേഡ് കൂടുതലായിട്ട് ഇന്ത്യൻ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തുടങ്ങിയവരെ സാലറി, അലവൻസ് അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ഉപയോഗിക്കും. പിന്നെ
പാർലമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊസീജിയേഴ്സിന്റെ കാര്യത്തിൽ ചില പ്രൊസീജിയേഴ്സ് ഒക്കെ നടപ്പിലാക്കാൻ ഈ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അമെന്റ്മെന്റ് നടത്തും. പിന്നെ സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഒഫീഷ്യൽ ലാംഗ്വേജ് എന്താ പറയാ നമ്മുടെ ഒഫീഷ്യലായിട്ട് ഭാഷ ഉണ്ടല്ലോ അതിനായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള അമെന്റ്മെന്റ് ആണ് ഈ സിമ്പിൾ മെജോറിറ്റി മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ നടപ്പിലാക്കുന്നത്. ഇനി രണ്ടാമത്തെ അമെന്റ്മെന്റ് മെത്തേഡാണ് മെജോറിറ്റി മെത്തേഡ്. അപ്പൊ ആദ്യം സിമ്പിൾ മെജോറിറ്റി മെത്തേഡ് പറഞ്ഞു, ഇതിൽ തന്നെയുള്ള രണ്ടാമത്തെ മെത്തേഡാണ് മെജോറിറ്റി മെത്തേഡ്. മെജോറിറ്റി മെത്തേഡ് കുറച്ചും കൂടി ജനാധിപത്യപരമായിട്ടുള്ള ഒന്ന് മെജോറിറ്റി മെത്തേഡ് ആണെന്നാ പറയാ. സിമ്പിൾ മെജോറിറ്റി മെത്തേഡ് എന്ന് വെച്ച് നോക്കുമ്പോൾ ഡെമോക്രാറ്റിക് വൺ എന്ന് പറയുന്നത് മെജോറിറ്റി മെത്തേഡാണ്. അത് കുറച്ചും കൂടെ അത്ര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒന്നല്ല മെജോറിറ്റി മെത്തേഡ് എന്ന് പറയുന്നത്. സിമ്പിൾ മെജോറിറ്റി മെത്തേഡ് വളരെ ഫ്ലെക്സിബിൾ ആണെങ്കിൽ മെജോറിറ്റി മെത്തേഡ് അത്ര ഫ്ലെക്സിബിൾ അല്ല. ഇതെങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? മെജോറിറ്റി മെത്തേഡ് കാരണം മെജോറിറ്റി മെത്തേഡ് വഴി ഏത് സഭയിൽ വേണമെങ്കിലും ബോത്ത് ലോകസഭ ആൻഡ് രാജ്യസഭ ഈ ഏത് സഭയിൽ വേണമെങ്കിലും ഒരു ബില്ല് അവതരിപ്പിക്കാം. എങ്ങനെയാണ്? ബില്ല് ഏത് സഭയിൽ വേണമെങ്കിലും മെജോറിറ്റി മെത്തേഡ് പ്രകാരം അവതരിപ്പിക്കാം. ഇനി അതിൽ ആദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സഭയുടെയും ആകെ അംഗങ്ങൾ, ഒരു സഭയിൽ ഉണ്ടായിരിക്കേണ്ട ആകെ അംഗങ്ങളുടെ ഭൂരിപക്ഷം പേര് അവിടെ ഹാജരായിരിക്കണം, നിർബന്ധമായിട്ടും ഹാജരായിരിക്കണം. ഇനി അത് മാത്രം പോരാ, സഭയുടെ എണ്ണം ഉണ്ടല്ലോ, ആ സഭയുടെ എണ്ണത്തിന്റെ 2/3 അംഗങ്ങള് ആ ഒരു വോട്ടെടുപ്പിൽ പങ്കെടുക്കുകയും വേണം. ഹാജരായിട്ട് വോട്ടെടുപ്പിൽ പങ്കെടുക്കുകയും വേണം എന്നുള്ളത് ഇതിലൊരു നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ 66% പേര് ആ വോട്ടെടുപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഒരു സഭയുടെ 66% പേര് ഈ വോട്ടെടുപ്പിൽ പങ്കെടുത്തിരിക്കണം എന്നാണ് മെജോറിറ്റി മെത്തേഡ് പ്രകാരം പറയുന്നത്. അപ്പൊ എന്താണ് മെജോറിറ്റി മെത്തേഡിൽ? ഏത് സഭയിൽ വേണമെങ്കിലും ബില്ല് അവതരിപ്പിക്കാം, ഓരോ സഭയുടെയും ആകെ അംഗസംഖ്യയുടെ ഭൂരിപക്ഷം പേര് സഭയിൽ ഹാജരായിരിക്കണം, അതില് 2/3 അംഗങ്ങൾ സഭയിൽ ഹാജരായിട്ട് ഈ വോട്ടെടുപ്പിൽ പങ്കെടുക്കുകയും വേണം. അപ്പൊ 3/2 എന്നുള്ള പ്രൊപ്പോർഷനിൽ സഭയിൽ എന്ത് വേണം? അംഗങ്ങൾ ഹാജരായിരിക്കണം, അവർ ഇതിൽ പങ്കെടുക്കുകയും വേണം. അപ്പൊ 66% ആളുകൾ വോട്ടിംഗ് സിസ്റ്റത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അസംബ്ലിയിൽ 66% ആളുകൾ. ഇപ്പൊ ലോകസഭയിലാണെങ്കിൽ 552 പേരാണ് ഉള്ളത്. ആ 552 പേരിൽ 66% ആളുകൾ അന്നത്തെ ദിവസം അവിടെ ഹാജരായിട്ട് വോട്ടെടുപ്പിൽ പങ്കെടുത്തിട്ടുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് ആ ബില്ല് ആ സഭ പാസ്സാക്കിയെന്ന് കണക്കാക്കുള്ളൂ. അതാണ് മെജോറിറ്റി മെത്തേഡ്. പിന്നീട് അത് പ്രസിഡന്റ് അടുത്തേക്ക് അയക്കുന്നു, പ്രസിഡന്റ് അത് ആക്ട് ആക്കുന്നു, ഒപ്പുവെച്ച് ആക്ട് ആക്കുന്നു. അപ്പൊ അതാണ് മെജോറിറ്റി മെത്തേഡ്. അപ്പൊ സിമ്പിൾ മെജോറിറ്റി മെത്തേഡിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ മെജോറിറ്റി മെത്തേഡ് കുറച്ചും കൂടെ റിജിഡ് ആയിട്ടാണ്. ഇനി മൂന്നാമത്തെ മെത്തേഡ് ഏതാണ്? അമെൻമെന്റ് വിത്ത് ദി കൺസെന്റ് ഓഫ് ദി സ്റ്റേറ്റ്. നമ്മൾ ഭേദഗതി ചെയ്യുന്നത് സംസ്ഥാനങ്ങളുടെയും കൂടെ പങ്കോട് കൂടിയിട്ട്. അമെൻമെന്റ് വിത്ത് ദി കൺസെന്റ് ഓഫ് ദി സ്റ്റേറ്റ് സംസ്ഥാനങ്ങളുടെ കൺസെന്റ് വേണം. ഇത് പ്രകാരം ഈ ഒരു സിസ്റ്റം ആണ് അമേരിക്കയിൽ അധികം ഫോളോ ചെയ്യുന്ന സിസ്റ്റം എന്ന് പറയുന്നത്. ഇതാണ് കൂടുതൽ റിജിഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ റിജിഡ് ആസ്പെക്ട് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മൂന്നാമത്തെ മെത്തേഡിലാണ് കാണാൻ സാധിക്കുന്നത്. ഈ മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ മെജോറിറ്റി മെത്തേഡിന്റെ കൂടെ ഒരു കാര്യം കൂടെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. മെജോറിറ്റി മെത്തേഡിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? ഒരു സഭയുടെ 66% ആളുകൾ അവിടെ വോട്ടെടുപ്പിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞല്ലേ. അതായത് 2/3 അംഗങ്ങൾ സഭയിൽ ഹാജരായിട്ട് വോട്ടെടുപ്പിൽ പങ്കെടുത്തെങ്കിൽ മാത്രമേ ബില്ല് പാസ്സാവുള്ളൂ എന്ന് പറഞ്ഞു. അതിനോടൊപ്പം തന്നെ ഈ മൂന്നാമത്തെ മെത്തേഡിൽ മെജോറിറ്റി മെത്തേഡിന്റെ ഒപ്പം തന്നെ സംസ്ഥാനങ്ങൾക്കും കൂടെ പങ്ക് ലഭിക്കുകയാണ്. സംസ്ഥാനത്തിൽ ഒരു നിയമനിർമ്മാണ സഭ ഉണ്ടാവുമല്ലോ, ഓരോ സംസ്ഥാനത്തിനും ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടായിരിക്കും. ആ സംസ്ഥാനങ്ങളുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ഭൂരിപക്ഷം കൂടെ ഇതിന് വേണം. മനസ്സിലായോ? അതാണ് പറഞ്ഞത് സ്റ്റേറ്റ് സംസ്ഥാനങ്ങൾക്ക് കൂടെ പങ്കുണ്ടെന്ന്. അപ്പൊ മെജോറിറ്റി മെത്തേഡിന്റെ കൂടെ സംസ്ഥാനങ്ങളുടെ കേവല ഭൂരിപക്ഷം കൂടെ ഉറപ്പുവരുത്തുകയാണ് അമെൻമെന്റ് വിത്ത് ദി കൺസെന്റ് ഓഫ് ദി സ്റ്റേറ്റ് എന്ന് പറയുന്ന മൂന്നാമത്തെ മെത്തേഡിലൂടെ. അപ്പൊ ഇവിടെ ഓരോ ഫെഡറൽ സംവിധാനത്തിന് ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ് മൂന്നാമത്തെ അമെൻമെന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അതാണ് ഫെഡറൽ സംവിധാനത്തിൽ ഇത് റിജിഡ് ആണെന്ന് പറയാൻ കാരണം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റിജിഡ് ആണെന്ന് പറയാൻ കാരണവും ഇതാണ്. അപ്പൊ ഇതാണ് 3 മെത്തേഡ്സ്, അമെൻമെന്റിനുള്ള 3 മെത്തേഡ്സ്. ഈ 3 മെത്തേഡ്സ് കൊണ്ടാണ് നമ്മുടെ ഭരണഘടന റിജിഡും ഫ്ലെക്സിബിളും ആണെന്ന്, ഒരേ സമയം റിജിഡും ആണ് ഒരേ സമയം ഫ്ലെക്സിബിളും ആണെന്ന് പറയാൻ കാരണം. ഈ മൂന്നാമത്തെ മെത്തേഡ് അമെൻമെന്റ് വിത്ത് ദി കൺസെന്റ് ഓഫ് ദി സ്റ്റേറ്റ്, സംസ്ഥാനങ്ങളുടെ പങ്കോട് കൂടിയിട്ട് അമെൻമെന്റ്, അത് എപ്പോഴൊക്കെയാണ് നടത്തുന്നത്? സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിന്, അതായത് സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിലുള്ള ബന്ധങ്ങൾ, അതിനായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത്, പിന്നെ ഭരണഘടനയെ തന്നെ ഭേദഗതി ചെയ്യുമ്പോൾ അതൊക്കെ വരുന്ന സമയത്ത്, ഭരണഘടനയിലെ ചില പ്രൊവിഷൻസ് ഒക്കെ ഭേദഗതി ചെയ്യുന്ന സമയത്ത് ഈ മൂന്നാമത്തെ മെത്തേഡ് ഉപയോഗിച്ചേ പറ്റൂ. അപ്പൊ ഇതാണ് 3 മെത്തേഡുകൾ. അപ്പൊ നമ്മൾ റിജിഡ് ആസ് വെൽ ആസ് ഫ്ലെക്സിബിൾ എന്ന് പറയാൻ കാരണം എന്താന്നുള്ളത് പറഞ്ഞു.
ഇനി നമ്മുടെ ഭരണഘടനയുടെ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, നാലാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. എന്താണ് ഇന്ത്യൻ ഭരണഘടന? പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണ്. എന്താണ് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത്? നമ്മൾ ബ്രിട്ടനെ അനുകരിച്ചുകൊണ്ട് നടപ്പിലാക്കിയ ഒരു സംഭവമാണ് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. പാർലമെന്ററി ഫോമിൽ ലെജിസ്ലേച്ചറിന് എക്സിക്യൂട്ടീവിനേക്കാൾ കൂടുതൽ പവർ ഉണ്ടായിരിക്കും. ലെജിസ്ലേച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിയമനിർമ്മാണ സഭ, നിയമനിർമ്മാണ സഭയും കാര്യനിർമ്മാണ സഭയും തമ്മിലുള്ള ബന്ധമാണ് ഈ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റിൽ പറയുന്നത്. ഈ കാര്യനിർമ്മാണ സഭ അഥവാ എക്സിക്യൂട്ടീവിന് ലെജിസ്ലേറ്റീവിന് അത്ര പവർ ഉണ്ടായിരിക്കില്ല. ലെജിസ്ലേറ്റീവ് ആണ് ഫൈനലായിട്ട് ഡിസിഷൻസ് എടുക്കുന്നത്. ലെജിസ്ലേച്ചറിന്റെ അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭയുടെ ഒരു പങ്കിനെയാണ് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റിലൂടെ പറയുന്നത്. അപ്പോൾ ഈ ലെജിസ്ലേച്ചറിന് കീഴിലാണ് എക്സിക്യൂട്ടീവ് വരേണ്ടത്. ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണെങ്കിലും ലെജിസ്ലേച്ചറിന് കീഴിലായിരിക്കും എപ്പോഴും എക്സിക്യൂട്ടീവിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. അതാണ് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റിന്റെ പ്രത്യേകത. ഇനി നമ്മുടെ ഭരണഘടനയുടെ അടുത്ത പ്രധാനപ്പെട്ട ഫീച്ചർ സവിശേഷത എന്ന് പറഞ്ഞാൽ 5ാമത്തെ സവിശേഷതയായിട്ട് പറയുന്നത് സോവർണിറ്റി ആൻഡ് ജുഡീഷ്യൽ സൂപ്പർമസി. എന്താണ്? പാർലമെന്ററി സോവർണിറ്റിയും ജുഡീഷ്യൽ സൂപ്പർമസി. അതെന്താ കാര്യം? പാർലമെന്റിന്റെ പരമാധികാരവും നീതിന്യായ വ്യവസ്ഥയുടെ മേൽക്കോയ്മയുമാണ് പറയുന്നത്. നമുക്കറിയാം ഒരേ സമയം പാർലമെന്റിനും അല്ലെങ്കിൽ ലെജിസ്ലേച്ചറിനും അതേസമയം തന്നെ ജുഡീഷ്യറിക്കും പവർ ഉണ്ട്. പാർലമെന്റിനും ജുഡീഷ്യറിക്കും ഇന്ത്യൻ ഭരണഘടന അതിൻ്റെതായ പവറുകൾ, ഓരോന്നിനും അതിൻ്റെതായ പവറുകൾ നൽകുന്നുണ്ട്. ഇപ്പം അതിങ്ങനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർലമെന്റ് ഒരു തീരുമാനം എടുത്തു. ആ തീരുമാനം ഇന്ത്യൻ ഫണ്ടമെന്റൽ റൈറ്റ്സിന് അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്, പാർലമെന്റ് എടുക്കുന്ന ഒരു തീരുമാനം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് എതിരായിട്ട് വരുമ്പോൾ അവിടെ ജുഡീഷ്യറിക്ക് ഇടപെടാനുള്ള അവകാശമുണ്ട്. ജുഡീഷ്യറിക്ക് കൃത്യമായിട്ട് അവിടെ ഇടപെടാനും അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാനും ഇടപെടാനുള്ള അവകാശം നൽകുന്നതിനെയാണ് ഈ ജുഡീഷ്യൽ സുപ്രമസി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ പാർലമെന്റിന് നിയമനിർമ്മാണം, ഒരു പാർലമെന്റാണ് നിയമം നിർമ്മിച്ചെടുക്കുന്നത്. ആ നിർമ്മിച്ചെടുക്കുന്ന നിയമം, ആ നിയമം നിർമ്മിക്കാനുള്ള അധികാരത്തിനെയാണ് നമ്മൾ പാർലമെന്റിന്റെ പരമാധികാരം എന്ന് പറയുന്നത്, സോവർണിറ്റി എന്ന് പറയുന്നത്, നിയമം നിർമ്മിക്കാനുള്ള അധികാരം. അതേസമയം ആ നിർമ്മിച്ച നിയമം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയ്ക്കെതിരായിട്ട് വരുന്ന സമയത്ത് അവിടെ ആരിടപെടുന്നു? ജുഡീഷ്യറി ഇടപെടുന്നു. ആ ഇടപെടാനുള്ള അധികാരത്തിനെ നമ്മൾ ജുഡീഷ്യൽ സുപ്രമസി എന്നും പറയുന്നു. മനസ്സിലായോ? അപ്പൊ അത്തരത്തിലൊരു നിയമം പാർലമെന്റ് രൂപപ്പെടുത്തി കഴിഞ്ഞാൽ ജുഡീഷ്യറിക്ക് ഇടപെട്ടുകൊണ്ട് അത് ആന്റി കോൺസ്റ്റിറ്റ്യൂഷനാണ്, ഭരണഘടനാ വിരുദ്ധമാണെന്നും അതിനെ തള്ളിക്കളയാനും അധികാരം നൽകുന്നുണ്ട്. ആ ഒരു അധികാരത്തിനെയാണ് നമ്മൾ ജുഡീഷ്യൽ സുപ്രമസി എന്ന് പറയുന്നത്. അപ്പൊ അതാണ് പാർലമെന്ററി സോവർണിറ്റിയും ജുഡീഷ്യൽ സുപ്രമസിയും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ഫീച്ചറാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 6ാമത്തെ ഒരു ഇമ്പോർട്ടന്റ് ഫീച്ചർ. എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ്, നമ്മുടെ മൗലികമായിട്ടുള്ള അവകാശങ്ങൾ. മൗലിക അവകാശങ്ങൾ ആർട്ടിക്കിൾ 12 മുതൽക്ക് ആർട്ടിക്കിൾ 35 വരെയാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. പാർട്ട് 3 പറയുന്നത്. ഭരണഘടനയുടെ 3ാമത്തെ ഭാഗത്തില്, 3ാം ഭാഗം പാർട്ട് 3 ആർട്ടിക്കിൾ 12 to 35 ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്ന മൗലിക അവകാശങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ഇപ്പോ എത്ര അവകാശങ്ങളുണ്ട്? 6 അവകാശങ്ങൾ, ഫണ്ടമെന്റൽ ആയിട്ടുള്ള 6 റൈറ്റ്സ് ആണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ്? റൈറ്റ് ടു ഈക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അങ്ങനെ 6 അവകാശങ്ങളാണ് നമുക്കുള്ളത്. ഈ 6 അവകാശങ്ങൾ ആ ഓർഡറിൽ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഭരണഘടന നിലവിൽ വന്ന സമയത്ത് 1950 നിലവിൽ വന്ന സമയത്ത് 7 റൈറ്റ്സ് ആണ് നമുക്ക് ഉണ്ടായിരുന്നത്. 7 റൈറ്റ്സ് ഉണ്ടായിരുന്നു. റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ റൈറ്റും കൂടെ ഉണ്ടായിരുന്നു. അത് പിന്നീട് എടുത്തു കളയുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നിലവിൽ 6 റൈറ്റ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഈക്വാലിറ്റി, റൈറ്റ് ടു ഈക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അങ്ങനെ 6 അവകാശങ്ങളാണ് നമുക്ക് ഉള്ളത്. ഈ അവകാശങ്ങളെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു പോകാനുണ്ട്. അത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പറഞ്ഞു. അപ്പൊ ഇതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇനി 7ാമത്തെ ഫീച്ചർ എന്ന് പറയാം. നമുക്ക് 7ാമത്തെ ഇമ്പോർട്ടന്റ് ഫീച്ചർ ഏതാണ് കോൺസ്റ്റിറ്റ്യൂഷനിലെ? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. നിർദ്ദേശക തത്വങ്ങൾ ഇത് അടങ്ങുന്നത് പാർട്ട് 4 ആർട്ടിക്കിൾ 51. ആർട്ടിക്കിൾ 36 to 51. പാർട്ട് 4 ആർട്ടിക്കിൾ 36 to 51 ഈ നിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അടങ്ങുന്നത്. എന്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ രാജ്യത്തിനെ എങ്ങനെ ഒരു ക്ഷേമ രാഷ്ട്രമാക്കി
മുന്നോട്ട് കൊണ്ടുപോകാം. വെൽഫെയർ ഓഫ് ദി നേഷൻ, അതാണ് പ്രധാനമായിട്ടും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലൂടെ ഉദ്ദേശിക്കുന്നത്. സോഷ്യോ എക്കണോമിക് ഡെമോക്രസി, സാമൂഹികപരമായിട്ട് സാമ്പത്തികപരമായിട്ടും ഡെമോക്രാറ്റിക് ആയിട്ട് ജനാധിപത്യപരമായ രീതിയിൽ എങ്ങനെ ഭരണഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പറയുന്നതാണ് ഈ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് നമ്മൾ ഇതിനെ കടമെടുക്കുക, അല്ലെങ്കിൽ നമ്മളിത് അനുകരിച്ചിട്ടുള്ളത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ഒരു ക്ഷേമ രാഷ്ട്രം, സാമൂഹിക സാമ്പത്തിക ഭദ്രതയോടുകൂടി സമത്വത്തോടു കൂടിയിട്ട് ക്ഷേമ രാഷ്ട്രം, വെൽഫെയർ നേഷൻ എങ്ങനെ നിർമ്മിക്കാം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലൂടെ പറഞ്ഞു പോകുന്നത്. ഇനി ഈ ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ എന്തൊക്കെ തത്വങ്ങളുണ്ട്? ഗാന്ധിയൻ തത്വങ്ങളുണ്ട്, സോഷ്യലിസ്റ്റ് തത്വങ്ങളുണ്ട്, ഭൗതികമായിട്ടുള്ള തത്വങ്ങളുണ്ട്. അങ്ങനെ തത്വങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട്, സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഗാന്ധിയൻ ആയിട്ടുള്ള തത്വങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ നിർദ്ദേശക തത്വങ്ങൾ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളത്. അപ്പൊ അതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. പാർട്ട് 4 വരുന്നത്. ആർട്ടിക്കിൾ 36 to 51 ആണ് വരുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരുപാട് പോയിന്റ്സ് വരുന്നുണ്ട്. ഇതിന്റെ പ്രകാരമാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായിട്ടുള്ള വേതനം, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ, തൊഴിലിടുന്ന സ്ഥലങ്ങളിൽ തൊഴിലിടങ്ങളിലൊക്കെ ഉണ്ടായിരിക്കേണ്ട വേർതിരിവില്ലാതാക്കല്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു നിർദ്ദേശക തത്വങ്ങളിൽ പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ക്ഷേമരാഷ്ട്രത്തിന് വേണ്ടി, സമത്വവും സ്വാതന്ത്ര്യവും ഒക്കെ നൽകിക്കൊണ്ട് എങ്ങനെ ഒരു ക്ഷേമരാഷ്ട്രം, ഒരു വെൽഫെയർ നേഷൻ ഡെവലപ്പ് ചെയ്യാം, അതാണ് നിർദ്ദേശക തത്വങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട അടുത്ത പോയിന്റ് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ അടുത്തൊരു പോയിന്റ് ആണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. എന്താണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്? നമ്മുടെ മൗലികമായിട്ടുള്ള കടമകൾ, മൗലിക കർത്തവ്യ, ഫണ്ടമെന്റൽ റൈറ്റ്സും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും രണ്ടും രണ്ടായി തന്നെ മനസ്സിലാക്കി പഠിക്കണം. രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ മൗലികമായിട്ടുള്ള കടമകളാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിറ്റിസണ് നൽകുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റിയാണ് പറയുന്നത്. ഒരു സിറ്റിസൺ, നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ രാഷ്ട്രത്തില് ഒരു പൗരന് നിർബന്ധമായിട്ടും കിട്ടിയിരിക്കേണ്ട അവകാശങ്ങളാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഇപ്പൊ ഈക്വാലിറ്റി, ഫ്രീഡം തുടങ്ങിയ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏതെങ്കിലും ഒന്ന് നമുക്ക് കിട്ടാതെ വന്നാൽ നമുക്ക് ജുഡീഷ്യറിനെ സമീപിക്കാനും ജുഡീഷ്യറി നമുക്കത് നേടിത്തരികയും വേണം. അതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കടമകൾ, ഒരു പൗരൻ ചെയ്യേണ്ട കടമകളെയാണ് ഡ്യൂട്ടീസിൽ ഉൾക്കൊള്ളിക്കുന്നത്. കടമകളായിട്ടാണ് പറയുന്നത്. 1950 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന സമയത്ത് ഈ കടമകൾ ഇതിന്റെ ഭാഗമായിരുന്നില്ല, ഭരണഘടനയുടെ ഭാഗമായിരുന്നില്ല ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. 1974 42nd അമെന്റ്മെന്റ് പ്രകാരമാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാകുന്നത്. ആ ഇയറും അമെന്റ്മെന്റും ഇമ്പോർട്ടന്റ് ആണ്. എത്രാമത്തെയാണ്? 1976 1976 42nd അമെന്റ്മെന്റ് പ്രകാരമാണ് ഇത് വരുന്നത്. ചരൺ സിംഗ് കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമാണ് ഡ്യൂട്ടീസ് ഭരണഘടനയുടെ ഭാഗമാകുന്നത്. ചരൺ സിംഗ് കമ്മിറ്റിയുടെ 4A പാർട്ട് 4A ആർട്ടിക്കിൾ 51A ആണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന്റെ ആർട്ടിക്കിളൊക്കെ. അപ്പൊ പാർട്ട് 4A ആർട്ടിക്കിൾ 51A ഇതാണ് അതിന് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇനി വരുന്ന സമയത്ത് 1976 10 ഡ്യൂട്ടീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് 11 ഡ്യൂട്ടീസ് ആണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇന്ന് 11 എണ്ണാണ് ഉള്ളത്. റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ടാണിത്. റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് നമ്മളിതിനെ കടമെടുത്ത് അല്ലെങ്കിൽ നമ്മളതിന്റെ ഭാഗമാക്കി വരുന്നത്. അപ്പൊ അതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തൊരു പോയിന്റ് ആണ് പോപ്പുലർ സോവർണിറ്റി എന്ന് പറയുന്നത്. എന്താണ് പോപ്പുലർ സോവർണിറ്റി എന്ന് വെച്ചാൽ? ജനകീയ പരമാധികാരം. നമുക്കറിയാം അല്ലെ, നമ്മുടെ ഒരു ജനാധിപത്യ വ്യവസ്ഥതയുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മളൊരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഒരു ജനാധിപത്യപരമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത്? ജനങ്ങൾക്ക് പരമാധികാരം നൽകുക എന്ന് പറയുന്നത്. ജനങ്ങളാണ് അവിടുത്തെ പരമാധികാരികൾ. എങ്ങനെയാണ് നമുക്ക് ജനങ്ങൾക്ക് അധികാരം ലഭിക്കുന്നത്? ജനങ്ങൾ എപ്പോഴാണ് അധികാരികളാവുന്നത്? നമ്മുടെ അധികാരത്തിന്റെ ഒരു ലക്ഷണമാണ് വോട്ടിംഗ് റൈറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം. ഒരു വ്യക്തി, ഒരു വോട്ട്, ഒരു മൂല്യം, അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്ന്
പറയുന്നത്. ഒരാൾക്ക് ഒരു വോട്ട് എന്നൊരു അവകാശമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ആ ഒരു അവകാശമാണ് ജനങ്ങളുടെ പരമാധികാരമായിട്ട് വരുന്നത്. അപ്പൊ നമ്മളാണ് നമുക്ക് വേണ്ടുന്ന ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത്. ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടുന്ന ജനപ്രതിനിധികളെ തെരഞ്ഞെടുത്തുകൊണ്ട് അധികാരത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ആ ഒരു അധികാരത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജനകീയമായിട്ടുള്ള പരമാധികാരം, പോപ്പുലർ സോവർണിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വോട്ടിംഗ് റൈറ്റ് ആയിട്ട് ഒരു ജനങ്ങളുടെ വോട്ടിംഗ് റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അത് പറഞ്ഞു പോകുന്നത്. ആർട്ടിക്കിൾ 326 പ്രകാരമാണ് നമ്മുടെ വോട്ടിംഗ് റൈറ്റ്സിനെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 326. ഇനി അടുത്തൊരു പോയിന്റ് ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ അടുത്തൊരു പ്രധാനപ്പെട്ട ഫീച്ചർ എന്താണ്? ഇറ്റ്സ് എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. സോഷ്യലിസ്റ്റ് സെക്യുലർ സ്റ്റേറ്റ് ആണ് നമ്മൾ. സോഷ്യലിസ്റ്റ് ആണ്, സെക്യുലർ ആണ്. എന്താണ് സോഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്? സാമൂഹികപരമായിട്ട് ഉള്ളവരും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യവസ്ഥിതിയാണ് നമുക്ക് ഉള്ളത്. സെക്യുലർ എന്ന് പറഞ്ഞാൽ എന്താണ്? മതേതര രാഷ്ട്രമാണ്. മതേതരത്വം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു ഔദ്യോഗിക മതം ഇന്ത്യക്കില്ല. ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് മതങ്ങൾ കൂടിച്ചേർന്നിട്ടുള്ള ഒരു രാഷ്ട്രമാണ്. ഒരുപാട് മതങ്ങളുണ്ട്. ഒരുപാട് മതത്തിൽ വിശ്വസിക്കുന്നവരോട് ജീവിക്കുന്നുണ്ട്. മതത്തിൽ വിശ്വസിക്കുന്നവരും ജീവിക്കുന്നുണ്ട്, വിശ്വസിക്കാത്തവരും ജീവിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വിശ്വാസത്തിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് സെക്യുലറിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്ക് അയാളുടെ മതം ഫോളോ ചെയ്യാനുള്ള അവകാശവും, അതേസമയം മതത്തിൽ വിശ്വസിക്കാത്ത ഒരാൾക്ക് അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ള അവകാശവും ഇന്ത്യൻ ഭരണഘടന സെക്യുലറിസം എന്നുള്ള പദം കൊണ്ട് നൽകുന്നത്, മതേതരത്വം എന്നുള്ള പദം കൊണ്ട് നൽകുന്നത്. അല്ല, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓർത്ത് വെക്കേണ്ട കാര്യം, ഇന്ത്യക്ക് ഔദ്യോഗികമായിട്ടൊരു മതവും ഇല്ല, മതഗ്രന്ഥവും ഇല്ല. നമുക്ക് അങ്ങനെ ഒരു മതവും ഇല്ല, മതഗ്രന്ഥവും ഇല്ല. ഓക്കെ, നമുക്ക് ഒരു സെക്യുലർ സംവിധാനമാണ്, നമ്മളൊരു മതേതരത്വ സംവിധാനമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് നമ്മുടെ ഭരണഘടനയിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ് സോഷ്യലിസ്റ്റ് സെക്യുലർ സ്റ്റേറ്റ് എന്ന് ഉള്ളത്. ഈ സോഷ്യലിസ്റ്റ് സെക്യുലർ എന്നുള്ളതും 1976 42nd അമെൻമെന്റ് പ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായിട്ട് വരുന്നത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഫീച്ചർ എന്താണ്? സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷനും സിംഗിൾ സിറ്റിസൺഷിപ്പും. ഇന്ത്യയിൽ ഒരൊറ്റ ഭരണഘടനയും ഒരൊറ്റ പൗരത്വമാണ് നമുക്ക് നൽകുന്നത്, അല്ലെ? നമുക്ക് ഒരൊറ്റ പൗരത്വേ ഉള്ളൂ. 18 വയസ്സ് കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു ഒറ്റ പൗരത്വം മാത്രമാണ് ലഭിക്കുന്നത്. ഒരു ഭരണഘടന മാത്രമേ നമുക്കുള്ളൂ. അതെന്താ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അമേരിക്കൻ മോഡൽ ഓഫ് ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷണൽ സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഡബിൾ സിറ്റിസൺഷിപ്പും ഡബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ, ഡബിൾ സിറ്റിസൺഷിപ്പ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായതാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇന്ത്യയിലെ ഈ സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ് നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സ്വതന്ത്രമായിട്ട് ജീവിക്കാനുള്ള അവകാശങ്ങളെല്ലാം നൽകുന്നത് ഈ സിംഗിൾ സിറ്റിസൺഷിപ്പിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് മാതൃകയിൽ സിംഗിൾ സിറ്റിസൺഷിപ്പും സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷനുമാണ് നൽകുന്നത്, അമേരിക്കൻ മോഡലല്ല നൽകുന്നത്. ഇനി അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. എന്താണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത്? നമ്മുടെ വോട്ടവകാശം, റൈറ്റ് ടു വോട്ട് ആണ് പറയുന്നത്. ഒരു സിറ്റിസൺ ഉണ്ടായിരിക്കേണ്ട പരമാധികാരത്തെ കുറിച്ച് പറഞ്ഞല്ലേ? ആ പരമാധികാരം നമ്മൾ നിശ്ചയിക്കുന്നത് എങ്ങനെയാണെന്നാ പറഞ്ഞത്? നമ്മുടെ വോട്ടവകാശത്തിലൂടെ തന്നെയാണ്. ആ വോട്ടവകാശത്തിന് നമ്മൾ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്നാണ് പറയുന്നത്. നമ്മൾ എന്ന് മുതലാണ് വോട്ട് ചെയ്യാൻ തുടങ്ങുന്നത്? നമ്മുടെ വോട്ടിംഗ് പ്രായം എത്രയാണ്? നമുക്കറിയാം അല്ലെ? 18 വയസ്സ് മുതൽക്കാണ് വോട്ടിംഗ് എന്ന് പറയുന്ന സംവിധാനം നമുക്ക് ചെയ്യാനുള്ള അവകാശം വരുന്നത്. ആദ്യം അത് 21 വയസ്സായിരുന്നു. 21-ൽ നിന്ന് പിന്നീട് 18 ആക്കിയിട്ട് കുറച്ചതാണ്. 1989 61ാമത്തെ അമെൻമെന്റ് പ്രകാരമാണ് 21-ൽ നിന്ന് 18 വയസ്സായിട്ട് കുറയ്ക്കുന്നത്. 1989 61ാമത്തെ അമെൻമെന്റ് പ്രകാരം. അപ്പോൾ 18 വയസ്സ് മുതൽക്ക് ഒരു വ്യക്തിക്ക് വോട്ട് ചെയ്ത് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ലഭിക്കുന്നു. അതിനെയാണ് സിറ്റിസണിന് ലഭിക്കുന്ന ആ ഒരു അവകാശത്തിനെയാണ് റൈറ്റ് ടു വോട്ട് എന്ന് പറയുന്നത്, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്നതാണ്. ഇനി അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഭരണഘടനയുടെ എമർജൻസി റൈറ്റ്സ് ആണ്. എമർജൻസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? എമർജൻസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 തരത്തിലാണ് എമർജൻസികൾ ഉള്ളത്. നാഷണൽ എമർജൻസി, സ്റ്റേറ്റ് എമർജൻസി, ഫിനാൻഷ്യൽ എമർജൻസി. നമ്മൾ അതിനെ അടിയന്തരാവസ്ഥ എന്നും പറയും. അടിയന്തരാവസ്ഥകൾ 3 ടൈപ്പ് എന്ന് പറഞ്ഞു: നാഷണൽ, സ്റ്റേറ്റ്, ദെൻ ഫിനാൻഷ്യൽ എമർജൻസി. ആർട്ടിക്കിൾ 352 പ്രകാരമാണ് നാഷണൽ എമർജൻസി വരുന്നത്. ആർട്ടിക്കിൾ 356 പ്രകാരമാണ് സ്റ്റേറ്റ് എമർജൻസി വരുന്നത്. ആർട്ടിക്കിൾ 360 പ്രകാരമാണ് ഫിനാൻഷ്യൽ എമർജൻസി വരുന്നത്. നാഷണൽ എമർജൻസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഷ്ട്രത്തിൽ ഒന്നടങ്കം അടിയന്തരാവസ്ഥ വരുന്നതാണ് നാഷണൽ എമർജൻസി. സ്റ്റേറ്റ് എമർജൻസി സംസ്ഥാന അടിയന്തരാവസ്ഥയാണ്.
ഫിനാൻഷ്യൽ എമർജൻസി എന്ന് പറഞ്ഞത് സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ്. ഇതിൽ ഇതുവരെ പ്രഖ്യാപിക്കാത്ത അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ എമർജൻസിയാണ്. മൂന്നാമത് പറഞ്ഞിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ബാക്കി രണ്ടും നാഷണൽ എമർജൻസിയും സ്റ്റേറ്റ് എമർജൻസിയും പലതവണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് എമർജൻസി കേരളത്തിൽ വന്നിട്ടുണ്ട്. നാഷണൽ എമർജൻസി നമുക്കറിയാം ഇന്ദിരാഗാന്ധി ഭരണത്തിന്റെ കീഴിലാണ് നാഷണൽ എമർജൻസിയുടെ ഒരു ഏറ്റവും മോശപ്പെട്ട അവസ്ഥ നമ്മൾ കണ്ടുപോയിട്ടുള്ളത്. അത് ഒരു 1975 ഏറ്റവും മോശപ്പെട്ട ഒരു അടിയന്തരാവസ്ഥ, അതിന്റെ ഒരു കാലഘട്ടമായിരുന്നു നാഷണൽ എമർജൻസി ഇന്ത്യ അനുഭവിച്ചിട്ടുള്ളത്. അപ്പൊ എമർജൻസി റൈറ്റ്സ് ഭരണഘടന നൽകുന്നതാണ്. ആരാണ് എമർജൻസി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക? ആരാണ്? പ്രസിഡന്റ് ആണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക. പ്രസിഡന്റ് വിത്ത് ദ കൺസെന്റ് ഓഫ്, ആ സമയത്ത് ഭരണത്തിലിരിക്കുന്നത് ആരാണോ, ഭരണത്തിലിരിക്കുന്ന പാർലമെന്റിൽ ഭരണത്തിലിരിക്കുന്നത് ആരാണോ അവരുടെ അനുവാദത്തോടു കൂടി തന്നെ പ്രസിഡന്റ് ആണ് എമർജൻസി പ്രഖ്യാപിക്കുക. എമർജൻസി പ്രഖ്യാപിക്കാനുള്ള അധികാരം പ്രസിഡന്റിന് മാത്രമേ ഉള്ളൂ. അപ്പൊ പ്രസിഡന്റ് ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നേഷൻ എന്ന് പറയുന്നത് പ്രസിഡന്റിന്റെ കൺട്രോളിലായിരിക്കും, അണ്ടർ ദി കൺട്രോൾ ഓഫ് പ്രസിഡന്റ്. രാഷ്ട്രപതി ഭരണം എന്ന് നമ്മൾ അതിനെ പറയും. എമർജൻസി റൈറ്റ്സിന് എമർജൻസി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള അവസ്ഥ നമ്മൾ രാഷ്ട്രപതി ഭരണം എന്നാണ് പറയാ. രാഷ്ട്രപതി നേരിട്ടിട്ട് ഇന്ത്യ ഭരിക്കുക. അല്ലാത്തപ്പോ എന്താണ്, പ്രൈം മിനിസ്റ്ററിന്റെ ഇൻവോൾവ്മെന്റ് നമുക്കറിയാലേ. പ്രൈം മിനിസ്റ്ററിന് അതിൻ്റെതായ ഇൻവോൾവ്മെന്റ് ഉണ്ട് ഇന്ത്യയിൽ എന്നറിയാം. അത് മാറി പൂർണ്ണമായിട്ടും രാഷ്ട്രപതിയുടെ ഇൻവോൾവ്മെന്റ് വരുന്നതിനെയാണ് എമർജൻസി എന്ന് പറയുന്നത്. അപ്പൊ എമർജൻസി റൈറ്റ്സ് ഭരണഘടന പറയുന്നതാണ്. അടുത്തത് 3 ടയർ സിസ്റ്റം ഓഫ് ഗവൺമെന്റ്, ത്രിതല ഭരണം എന്ന് പറയും. ത്രിതല ഭരണം എന്ന് പറയുന്നത് ഭരണഘടന ഉറപ്പുവരുത്തുക. എന്താണ് ത്രിതല ഭരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികാരത്തിന് സെന്റർ, സ്റ്റേറ്റ്, അതിലും താഴെ ഡിസ്ട്രിക്റ്റ് ആയിട്ട് അങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്ത് പോകുന്നതിനാണ് 3 ടയർ സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്കറിയാം 1992 നരസിംഹറാവു കമ്മിറ്റിയാണ് 73rd and 74th അമെന്റ്മെന്റ് പ്രകാരം പഞ്ചായത്തി രാജ് സിസ്റ്റവും നഗരപാലിക സിസ്റ്റം, മുനിസിപ്പാലിറ്റി ആക്ടും കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് 3 ടയർ സിസ്റ്റം കുറച്ചും കൂടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വരുന്നത്. പഞ്ചായത്തി രാജ് സിസ്റ്റവും മുനിസിപ്പാലിറ്റി എന്താണ് പറയുക, നഗരപാലിക സംവിധാനമൊക്കെ വരുന്നത്. അപ്പൊ ഇന്ത്യൻ പാർലമെന്റിൽ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, അതിനും താഴെ പ്രൊവിൻഷ്യൽ ഗവൺമെന്റുകളായിട്ട് തരംതിരിക്കുന്നതിനെയാണ് 3 ടയർ സിസ്റ്റം ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ഫീച്ചറാണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഫീച്ചറാണ് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. ബൈക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യസഭ, ലോകസഭ എന്ന 2 സഭകളാക്കി തിരിച്ചുകൊണ്ട് അധികാരം തരംതിരിക്കുന്നതിനെയാണ് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. ലോകസഭ എന്ന് പറയുന്നത് ജനപ്രതിനിധികളെ തെരഞ്ഞെടുത്ത്, ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളാണ് ലോകസഭയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. രാജ്യസഭ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംസ്ഥാനത്തേനും പ്രതിനിധീകരിച്ചു കൊണ്ടുവരുന്നവരാണ് രാജ്യസഭയിലുള്ളവർ. അപ്പൊ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നവരല്ല. ഇപ്പൊ ഞാനെന്ന് പറയുന്ന വ്യക്തി നേരിട്ടിട്ട് വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്ന ആളല്ല രാജ്യസഭയിൽ വരുന്നത്. അതേസമയം ലോകസഭയിൽ വരുന്നത് ഞാൻ നേരിട്ടിട്ട് വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്ന വ്യക്തിയായിരിക്കും. ഇതിന്റെ വോട്ടിംഗ് റൈറ്റ്സ്, ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും വോട്ടിംഗ് റൈറ്റ്സ് ചെയ്യാൻ പറ്റുന്നത് ലോകസഭയിലെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുമ്പോഴാണ്. അതേസമയം രാജ്യസഭയിലെ നമുക്ക് നേരിട്ടിട്ട് വോട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ തിരഞ്ഞെടുക്കുന്നവരാണ് രാജ്യസഭയിലേക്ക് പോകുന്നത്. അപ്പൊ അതാണ് രാജ്യസഭയും ലോകസഭയും തമ്മിലുള്ള ബേസിക് വ്യത്യാസം. അതാണ് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? സ്പെഷ്യൽ പ്രൊവിൻഷൻ ഫോർ മൈനോറിറ്റീസ്, സോഷ്യൽ എക്കണോമിക് ക്ലാസസ്, റിസർവേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. 16ാമത്തെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് പറയുന്നത് മൈനോറിറ്റി വിഭാഗങ്ങൾ. നമ്മുടെ രാഷ്ട്രം നിലവിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്നും തുടർന്നുകൊണ്ട് പോകുന്ന ഒരുപാട് മൈനോറിറ്റി ഇഷ്യൂസ് ഉണ്ട്. ആ മൈനോറിറ്റീസിന്റെ ഇഷ്യൂസ് അത് ജാതിയായിരിക്കാം, മതത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം, ജനിച്ച സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം, സാമൂഹിക ചുറ്റുപാടിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം. അങ്ങനെ പല രീതിയിലും വിവേചനം നേരിടുന്ന ഒരുപാട് വിഭാഗങ്ങൾ ഇന്ത്യയിൽ മൊത്താകെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ സ്വാതന്ത്ര്യം ലഭിക്കുന്ന കാലത്ത് അതിന്റെ ഒരു പീക്കിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിലവിൽ വന്നതാണ് സ്പെഷ്യൽ റൈറ്റ്സ്, മൈനോറിറ്റീസിന് സ്പെഷ്യൽ റൈറ്റ്സ്. അതിന്റെ ഭാഗമായിട്ട് അവർക്ക് എന്ത് നൽകാൻ തീരുമാനിക്കുകയാണ്? റിസർവേഷൻ നൽകാൻ തീരുമാനിക്കുകയാണ്. അതായത് സമൂഹത്തിൽ പിന്നാക്കാവസ്ഥ നേരിടുന്ന, സമൂഹത്തിൽ എങ്ങനെയൊക്കെ പിന്നാക്കാവസ്ഥ സാമൂഹ്യപരമായിട്ടുണ്ടാവാം, മതത്തിന്റെ പേരിലുണ്ടാവാം, ജാതിയുടെ പേരിലുണ്ടാവാം, ജനനസ്ഥലത്തിന്റെ പേരിലുണ്ടാവാം, അങ്ങനെ പല രീതിയിലും സാമൂഹിക പിന്നാക്കാവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ പിന്നാക്കാവസ്ഥ, സോഷ്യൽ എക്കണോമിക്കൽ പിന്നോക്കാവസ്ഥ നേരിടുമ്പോൾ അവരെ മുന്നിലേക്ക് കൊണ്ടുവരാൻ നടത്തുന്ന ഒരു സംവിധാനമാണ്, ഒരു പ്രോസസ്സായിരുന്നു റിസർവേഷൻ എന്ന് പറയുന്നത്, സംവരണം എന്ന് പറയുന്നത്. അങ്ങനെ SC ST, വിമൻ, OBC
അങ്ങനെ ഒരുപാട് സംവരണങ്ങൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സംവരണങ്ങളെ കുറിച്ചും സംവരണങ്ങളുടെ പ്രാധാന്യം എന്താണെന്നും ഭരണഘടന വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട്. സംവരണം എന്തുകൊണ്ടാണ് നിലനിൽക്കേണ്ടതെന്നും ഇന്നും സംവരണം എന്തുകൊണ്ട് നിലനിൽക്കണം എന്നൊക്കെ അന്ന് എഴുതിയ ഭരണഘടനയിൽ തന്നെ വ്യക്തമാണ്. അപ്പൊ ഭരണഘടനയിൽ തന്നെ പറയുന്നതാണ് സംവരണവും സംവരണത്തിന്റെ ആവശ്യകതയും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. നമുക്കതിലെ മെയിൻ പോയിന്റ്സ് ഒരു വട്ടം കൂടെ പറഞ്ഞു പോവാം. ഒന്നാമതായിട്ട് പറഞ്ഞത് പ്രധാന ഒരു ഫീച്ചർ, ആദ്യത്തെ ഒരു ഫീച്ചർ ആയിട്ട് പറഞ്ഞത് എന്തായിരുന്നു? ലോങ്ങസ്റ്റ് ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറഞ്ഞു. എഴുതപ്പെട്ട വലിയ ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞത് ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ഇൻ സ്പിരിറ്റ്, ഒരേ സമയം സംസ്ഥാനങ്ങൾക്കും അതേസമയം സെൻട്രലിനും പ്രാതിനിധ്യം കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ സെൻട്രലിന്റെ കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനമാണ് നമുക്ക് നിലവിലുള്ളതെന്ന് പറഞ്ഞു. മൂന്നാമത്തെ പോയിന്റ് റിജിഡ് ആസ് വെൽ ആസ് ഫ്ലെക്സിബിൾ, അയവുള്ളതും ദൃഢവും കൂടിയിട്ടുള്ള ഭരണഘടനയാണ് നമുക്കുള്ളതെന്ന് പറഞ്ഞു. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണ് നമ്മൾ അടുത്തായിട്ട് പറഞ്ഞത്. പാർലമെന്റിന് പ്രാധാന്യം നൽകുന്ന ഭരണഘടന, നമ്മുടെ കാര്യനിർവഹണ സഭ, അതിന് നിയമനിർമ്മാണ സഭയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു ഭരണഘടനയാണ് നമുക്കുള്ളതെന്ന് പറഞ്ഞു. ദെൻ അടുത്തത് പാർലമെന്ററി സോവർണിറ്റി ആൻഡ് ജുഡീഷ്യൽ സുപ്രമസി, പാർലമെന്ററിയുടെ പരമാധികാരവും നീതിന്യായ വ്യവസ്ഥയുടെ മേൽക്കോയ്മയും. അടുത്തൊരു പോയിന്റ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ദെൻ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ നിർദ്ദേശക തത്വങ്ങൾ, ദെൻ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. അടുത്തതെന്ന് പറയുന്നത് ജനകീയ പരമാധികാരം അഥവാ പോപ്പുലർ സോവർണിറ്റി. അടുത്തത് സോഷ്യലിസ്റ്റ് സെക്യുലർ സ്റ്റേറ്റ്, സോഷ്യലിസ്റ്റ് സെക്യുലർ സ്റ്റേറ്റ് ആണ് നമ്മുടേതെന്ന് പറയുന്നു. അടുത്തൊരു പോയിന്റ് എന്തായിരുന്നു? സിംഗിൾ സിറ്റിസൺഷിപ്പും സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമുക്കുള്ളത്. അടുത്തൊരു പോയിന്റ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് സിസ്റ്റം നിലനിൽക്കുന്നു. 13ാമതായിട്ട് പറഞ്ഞ പോയിന്റ് ആണ് എമർജൻസി സംവിധാനം, അടിയന്തരാവസ്ഥയുടെ അധികാരങ്ങൾ. അടുത്തത് 3 ടയർ സിസ്റ്റം, ത്രിതല ഭരണഘടനാ രീതി, ത്രിതല പഞ്ചായത്ത് രീതിയാണ് ഇവിടെ നിലനിൽക്കുന്നത് പറഞ്ഞു. അടുത്ത പോയിന്റ് ആണ് ബൈക്യാമറൽ ലെജിസ്ലേച്ചേഴ്സ് നിലനിൽക്കുന്നു. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് പറഞ്ഞത് സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ മൈനോറിറ്റി സോഷ്യൽ ക്ലാസസ് ആൻഡ് അതർ ബാക്ക്വേർഡ് ക്ലാസസ്, അവരുടെ ഇമ്പോർട്ടൻസും എന്തുകൊണ്ടാണ് സ്പെഷ്യൽ പ്രൊവിഷൻസ് അവർക്ക് നൽകുന്നത് എന്നതുമാണ് ഭരണഘടന വ്യക്തമാക്കുന്നത്. ഇത്രയുമാണ് ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്, സാലിയൻ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള. സാലിയൻ ഫീച്ചേഴ്സ് എന്തായാലും ഒരു ചോദ്യം ഈ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കും. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറുകളിലായാലും അല്ലെങ്കിൽ നമ്മൾ എന്തൊരു എക്സാം എടുത്ത് നോക്കിയാലും ഈ ഒരു ഫീച്ചേഴ്സ് നമുക്ക് പഠിക്കാനുണ്ടായിരിക്കും. ഈ ഒരു ഫീച്ചേഴ്സ് ചോദ്യമായിട്ട് വരികയാണ്. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. താങ്ക് യു.